അദ്ദേഹം ഇവിടെ വെച്ചാണോ മായായത്? അപ്പ ഇവിടെ ഉണ്ടായിരുന്ന കിണർ എവിടെ പോയി? അത് മറ്റൊരു ചരിത്ര സംഭവം. അപ്പോൾ കാന്താര സിനിമ OTT-ൽ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതിലെ ക്ലൈമാക്സിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാന്താര ചാപ്റ്റർ 1-ൽ പറയുന്നുണ്ട് ആ ദൈവികമായ കിണർ മൂടിപ്പോകുന്നുണ്ട് എന്ന്. ബട്ട് ആ കാര്യങ്ങളൊക്കെ ചാപ്റ്റർ 2-ലായിരിക്കുമെന്നും. ബട്ട് ഈ ഒരു സിനിമയിൽ ആ ഒരു കണക്ഷൻ കാണും. എന്താണ് കിണർ മൂടിപ്പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു കണക്ഷൻ കാണും. എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. കിണർ എങ്ങനെയാണ് മൂടിയത് എന്ന് നോക്കാം. ഈ ഒരു കാര്യത്തിൽ മിത്തോളജിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. കാരണം ഹിന്ദു മിത്തോളജി എന്ന് പറഞ്ഞാൽ കടൽ പോലെയാണ്, തീരില്ല. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ക്വസ്റ്റിന് തന്നെ പല ആൻസർ വന്നേക്കാം. കറക്റ്റ് ഒരു കാര്യം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ സാധിക്കില്ല. ഈ ചാപ്റ്റർ 1-ൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ചാപ്റ്റർ 1-ൽ ബെർമെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിച്ചു എന്നേ ഉള്ളൂ. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇപ്പോഴും അവിടെ ഉണ്ട്. കടപ്പതിക്കിലുള്ളവരൊന്നും അവിടുന്ന് പോയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ദേവീ ശക്തി വരുന്നത് എന്ന് അറിയാനും പറ്റും. അതിൻ്റെ മൂലസ്ഥാനവും കറക്റ്റായിട്ട് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് സഹായമായിട്ട് ആളുകളും വന്നിട്ടുണ്ടാകും. അവസാനത്തെ പാട്ട് സീനിലായിട്ട് ബെർമ ചോദിക്കുന്നുണ്ട് ഇതാരായെന്ന് ഈ ഒരു ക്യാരക്ടർ വന്നിറങ്ങുമ്പോൾ. അപ്പോൾ കദംബറയുടെ ആളാണ് എന്നാണ് തിരിച്ചു പറയുന്നത്. ഈ കദംബര എന്ന് പറയുന്നത് ഈ ഒരു രാജ്യമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മേ ബി ഇവരുടെ ഒരു റിവഞ്ചിന് എന്തായാലും ഒരു ഹെൽപ്പ് കാണും പുള്ളിയുടെ. അല്ലാതെ ഈ ഒരു പാർട്ടിൽ ഈ ഒരു പേര് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. പിന്നെ കടപ്പതിക്കിലുള്ളവരും അവിടെ തന്നെ ഉണ്ട്. ഈ കടപ്പതിക്കിലുള്ളവർ ഈ ഒരു ദൈവികമായ കിണർ മൂടി എന്നല്ല, അവര് ആണ് മൂടിയത് എന്നല്ല ഞാൻ പറയുന്നത്. മേ ബി ഈ ദൈവിക ശക്തി തന്നെ ഇത് മൂടിയതാണെങ്കിലോ ഈ ഒരു കിണർ. കാരണം ആ ദൈവിക ശക്തി ആയിട്ട് ഏറ്റുമുട്ടാൻ കടപ്പതിക്കിലുള്ളവർക്ക് ആകില്ല. ഈ കടപ്പതിക്കിലുള്ളവർ ആ ഒരു കിണറിനെ കുറിച്ച് അറിഞ്ഞ് അതിലേക്ക് ചെല്ലാനും സാധ്യതയുണ്ട്. ഈ മൂടാനുള്ള കാരണമായിരിക്കാം, ഈ കിണർ മൂടാനുള്ള കാരണമായിരിക്കാം ചാപ്റ്റർ 2, അതായത് 3rd പാർട്ടിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, ആ ഒരു ദേവീശക്തി തന്നെ ആയിരിക്കാം ആ ഒരു കിണർ മൂടിയത്. അല്ലാതെ വേറൊരു ഓപ്ഷനും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ കനകവതിയുടെ പിൻഗാമിയായിട്ട് വേണേൽ കുലശേഖരന്റെ മകൾ അവിടെ ഉണ്ട്. മേ ബി 3rd പാർട്ടിൽ ചാപ്റ്റർ 2-ൽ ഒരു വില്ലത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പറയാനുള്ളൊരു കാര്യം, കാന്താര സിനിമയിലും കാന്താര ചാപ്റ്റർ 1 സിനിമയിലും ആ ക്ലൈമാക്സിലെ സീൻ എന്താന്ന് വെച്ചാൽ സെയിം ആണ്. കാന്താരയിൽ മാഞ്ഞു പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 1-ൽ ബർമ ആ ഒരു കുഴിയിലോട്ട് തന്നെ പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഏകദേശം സെയിം തന്നെയാണ്. ഈ രണ്ട് സിനിമയിലെ മാഞ്ഞു പോകുന്നത് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചാടിപ്പോകുന്നതും എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കുറെ പേർക്കെങ്കിലും മനസ്സിലായി കാണും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഈ രണ്ട് സിനിമയിലും ക്ലൈമാക്സിൽ ഇങ്ങനെ പോകുന്നവരുടെ ജന്മലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞുകൊണ്ടാണ് അവരങ്ങനെ പോയത്. അവതാര ലക്ഷ്യം കഴിഞ്ഞ് ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേരുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ചാപ്റ്റർ 1-ന്റെ ക്ലൈമാക്സിൽ മായരൂപൻ ബർമയോട് പറയുന്നുണ്ട് നിന്റെ ജന്മലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞപ്പോൾ ബർമ പോവുകയും ചെയ്തു. ബർമയുടെ തലമുറയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മുടെ കാന്താര സിനിമയിൽ, അതായത് ഫസ്റ്റ് പാർട്ടിൽ ശിവയും ശിവയുടെ അച്ഛനും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലക്ഷ്യം കഴിഞ്ഞ് അവരങ്ങോട്ട് പോയത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് ആ ഒരു കിണർ മൂടിയതിൻ്റെ വിഷയത്തിൽ. മിത്തോളജി ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. ചാപ്റ്റർ 1 കണ്ടതിൻ്റെ ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.